Hello friends, I am Ramees Ali. Welcome to my video. നിങ്ങൾ ഇപ്പോൾ ഒരു വീടിന്റെ 3D വ്യൂസ് കണ്ടല്ലോ. ഈ വീട് തിരുവല്ലയിൽ നിർമ്മിക്കുന്ന ഒരു വീടാണ്. 1750 സ്ക്വയർ ഫീറ്റിൽ 12 സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വീട് പുറമേ നോക്കിയാൽ ഒരു നില വീടാണെന്നേ ഫീൽ ചെയ്യുള്ളൂ. എന്നാൽ ഇത് ശരിക്കും രണ്ട് നില വീടാണ്. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതൊക്കെയാണ് ഈ വീടിന്റെ പ്രത്യേകത എന്ന് നമുക്ക് എടുത്തു പറയാവുന്നത്. ഈ വീടിന്റെ ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി ഈ വീടിന്റെ പ്ലാൻ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത്. ഈ വീടിന്റെ പ്ലാൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയൊരു വീഡിയോയിൽ ഞാൻ ഈ വീടിന്റെ കോൺസെപ്റ്റ് പ്ലാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. കാണാത്തവർ കാണുക. പ്ലാനിൽ വാസ്തുപ്രകാരമുള്ള ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഈ ഒരു കോർട്ട്യാർഡ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പ്ലാനുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയാവുന്നത് അത് മാത്രമേ ഉള്ളൂ. വാസ്തുപ്രകാരം ഒരു കോർട്ട്യാർഡ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീടിന്റെ പ്ലാൻ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ട് ആ പ്ലാന് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, എന്നോട് ഒരുപാട് ആളുകൾ കമന്റ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് ചെയ്തിട്ടും ഫോണിലും അതേപോലെ വാട്സപ്പിലും ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വീടിന്റെ ചിലവ് കുറച്ച് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പല ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ കൂടി അതിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ ആളുകളുടെ ഒരു മനഃശാസ്ത്രത്തെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇവരെന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് അവരോട് പറയാറുള്ളത്, നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നത് ജനൽ വാതിൽ കട്ടിലുകളെല്ലാം അതേപോലെ പാനൽസും നമ്മൾ വുഡിൽ നിർമ്മിക്കുന്ന പകരം നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് അലുമിനിയം, സ്റ്റീല് പോലുള്ള മെത്തേഡ്സ് ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അവരോട് പറയാറുണ്ട്. പക്ഷെ അപ്പോൾ എന്നോട് പറയും, അയ്യോ ഞങ്ങൾക്ക് അത് പറ്റില്ല, ഞങ്ങൾക്ക് വുഡ് തന്നെ വേണം, വുഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നാവുകയുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അപ്പം അത് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന മരങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് അവിടെ പോകും. അപ്പം അത് ഒരു കാര്യമുള്ളൂ. അപ്പോൾ ആളുകളുടെ ഒരു മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം അതിന് പകരമായിട്ട് വേറെ അതേ രീതിയിലുള്ള മെറ്റീരിയൽസ്, ആൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ആളുകൾ അതിന് തയ്യാറല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ പുറത്ത് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബ്രിക്സ് നല്ല രീതിയിൽ നമ്മൾ കെട്ടി നല്ല എക്സ്പോസ്ഡ് ആയിട്ട് ബ്രിക്സ് നല്ല വൃത്തിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട കാര്യമില്ല. അത് അതിന്റെ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അതും ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ അവർ പറയും അതും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഫാൻസി ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണം, വീടിന്റെ ഫ്രണ്ട് സൈഡ് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാക്രിഫൈസും അല്ലെങ്കിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വീടിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും? നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ശരിക്കും പഠിക്കണം. ഓരോ മെറ്റീരിയൽസും അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എവിടെ നമുക്ക് പ്രൈസ് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സാനിറ്ററി വേഴ്സ് എടുക്കുകയാണെങ്കിൽ പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന ബ്രാൻഡ്സ് വാങ്ങാതെ കുറച്ച് താഴെയുള്ള ബ്രാൻഡ്സ് ചൂസ് ചെയ്താൽ അവരുടെ പ്രൊഡക്ട്സ് അത്യാവശ്യം ക്വാളിറ്റിയുള്ളതാണ്. അവിടെ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിലൊക്കെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാം. മാർക്കറ്റ് ശരിക്കും പഠിക്കുക, മെറ്റീരിയൽസിന്റെ കോസ്റ്റും കാര്യങ്ങളും എവിടെ നമുക്ക് 10 രൂപ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ കാര്യമുള്ളത്, വീടിൻ്റെ അകത്ത് എന്ത് ചെയ്യുമ്പോഴും അത് ശരിക്കും ആവശ്യമാണോ, ഏതൊരു സ്പേസ് ചെയ്യുമ്പോഴും ആ സ്പേസ് ആവശ്യത്തിന് ഒരു ബഡ്ജറ്റ് വീട് ചെയ്യുകയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ട് സ്പേസ് പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതൊരു ബഡ്ജറ്റിലും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനായി മാറും എന്നുള്ളത്. ഒരു ലൈറ്റ് പോയിന്റ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്വിച്ച് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്ലഗ് പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ചിന്തിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് എന്നോട് ചിലവ് കുറച്ച് എങ്ങനെ വീട് നിർമ്മിക്കുക എന്നുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.